സത്യമായും അടിയന് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിലും ഇത് പതിവുള്ളതല്ലല്ലോ. രാത്രി മധ്യയാമം കഴിഞ്ഞാൽ പിന്നെ കൊട്ടാരമട്ടുപ്പാവിൽ അവിടുത്തേക്കും പ്രജാപതി രാവണപ്പെരുമാളിനും മാത്രം സ്വാതന്ത്ര്യമുള്ള ഈ മേടമുകളിൽ ഉദ്യോഗസ്ഥരെ ആരെയും വിളിപ്പിക്കുന്നത് വഴക്കമില്ലാത്തതാണല്ലോ. വഴക്കവും പഴക്കവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും അറിയുമ്പോൾ പതിവുകളും രീതികളും ഒക്കെ തെറ്റും കൈവല്യരെ. ഇപ്പോഴും അടിയനൊന്നും. ഇന്ന് ഛാണപുരിയിൽ നിന്നും പുഷ്പക വിമാനത്തിലേറി മടങ്ങി വരവേ മഹാരാജ രാവണൻ ഏതോ മുനികന്യകയെ ആക്രമിച്ചു കീഴടക്കിയെന്നും ആ കുട്ടി ആത്മാഹുതി ചെയ്തുവെന്നും ലങ്കയിലെ മുക്കും മൂലകളിലെ കാറ്റും കാർമുകിലും വരെ അടക്കം പറയുന്നു. ഒപ്പമുണ്ടായിരുന്നത് താങ്കളാണ്, എപ്പോഴും ഒപ്പമുള്ളതും താങ്കളാണ്. ആ കേൾക്കുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് പിന്നെ അടിയന് അറിയില്ല മഹാറാണി. നിന്റെ ഈ പരവേശത്തിലുണ്ട് ഉത്തരം. എങ്കിലും ചോദിക്കുകയാണ്. ചോദിക്കാനുള്ളത് നമ്മോട് നേരിട്ടാവാൻ മണ്ടോദരി. പണ്ട് മയന്റെ മകളായ എന്നെ പിതാവിന്റെ രഥവ്യൂഹത്തെ ഭേദിച്ച് അങ്ങ് സ്വന്തമാക്കുന്ന നിമിഷവും ഒന്നേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. അവസാന നിമിഷം വരെ ഒപ്പം നിർത്തി സ്നേഹിക്കാൻ, അല്ലെങ്കിൽ ദയവ് ചെയ്ത് സാഹസത്തിന് മുതിരരുത് എന്ന്. നീ ഭയക്കുന്നത് പോലെ ഒന്നുമില്ല മണ്ടോദരി. വഴിമധ്യേ ഒരു മുന്നികന്യയെ കണ്ടു. കാട്ടുനടുവിൽ പെട്ടു നിൽക്കുന്ന പെൺകിടാവിനോട് കൊടുങ്കാനനത്തിൽ ഒറ്റയ്ക്ക് എന്തേ ഇങ്ങനെയെന്ന് ചോദിച്ചു. പുഷ്പക വിമാനത്തിൽ നമ്മയും കണ്ട് ഭയന്ന അവൾ ഈ രാവണൻ അവളെ ആക്രമിക്കാൻ ചെല്ലുകയാണെന്ന് തെറ്റിദ്ധരിച്ച് കരിയിലക്കൂമ്പാരത്തിന് തീയിട്ട് അതിലേക്കെടുത്ത് ചാടി മരിച്ചു. നിന്നാണ് സത്യം. ഇത്രയുള്ളൂ? ആ, അടക്കം പറയുന്ന നാവുകളിൽ നിന്നും നാം ഗ്രഹിച്ചെടുത്തപ്പോൾ കൂടുതൽ എന്തോ സംഭവിച്ചു എന്ന് ഭയന്നു. ഒന്ന് ഓർക്കുക, ബലാത്കാരമായി ഒരു പെണ്ണിനെ ലങ്കയുടെ രാജവംശത്തിൽ ഒരു പുരുഷനും പ്രാപിക്കുന്ന പതിവ്. നീ ഭയക്കണ്ട. ലങ്കയ്ക്കൊരൊറ്റ മഹാറാണി ഉണ്ടാകും. അത് എന്റെ പ്രിയപ്പെട്ട മണ്ടോദരി തന്നെ ആയിരിക്കും. പോയിക്കൊള്ളുക. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് മണ്ടോദരി ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നാണോ കൈവല്യം നീ പറയേണ്ടത്? അങ്ങനെ നടന്നിട്ടേ ഇല്ല എന്ന് മഹാറാണി ബോധ്യപ്പെടുത്താതെ അങ്ങനെ പറയണമെന്ന് തന്നെയാണ് അടിയനും മനസ്സിൽ കരുതിയത്. പക്ഷേ എന്തോ ഇന്നത്തെ സംഭവത്തിൽ വല്ലാത്ത ഒരു ഭയവും ആശങ്കയും കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഈ ഉള്ളവന്റെ മനസ്സിലും. ഇതുവരെ അങ്ങ് നടത്തിയ വിളയാട്ടുകളിൽ ഒന്നുമില്ലാത്ത തരത്തിലുള്ള ആശങ്ക. തീയിൽ ചാടി മരിച്ച വേദവതി എന്ന മുനികന്യകയുടെ കാട്ടുതീ കത്തിയ കണ്ണുകളിൽ വരാൻ പോകുന്ന ഒരു ഗ്രന്ഥത്തിന്റെ തീജ്വാലകൾ അടിയൻ കണ്ടു. നീ മാത്രമല്ല, നാമും അത് കണ്ടു. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പെൺകിടാങ്ങൾ ഈ കരവലയത്തിൽ കിടന്ന് ഞെരിഞ്ഞമർന്നു. ചിലർ നമുക്ക് വെപ്പാട്ടിമാരായി, മറ്റു ചിലർ രാവണ സംഭോഗാനന്തരം കിട്ടിയ കനപ്പെട്ട സമ്മാനങ്ങളുമായി മടങ്ങി. ചിലർ വീറോട് പ്രതികരിച്ചു, ചിലർ പൊട്ടിക്കരഞ്ഞു, ചിലർ അടിമകളായി. പക്ഷേ അവരിലൊന്നും കാണാത്ത വന്യമായ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഞാൻ ആ വേദവതിയുടെ കണ്ണുകളിൽ കണ്ടു. വെന്തു തുടങ്ങുമ്പോൾ പോലും നിലവിളിക്കും മീതെ അന്തരീക്ഷത്തിൽ അലർച്ച പോലെ നിറഞ്ഞു നിന്ന അവളുടെ ശാപവചനങ്ങളുടെ പ്രതിധ്വനി എന്റെ കർണാന്തര ഭാഗങ്ങളെ ചുട്ടുപൊള്ളിച്ചു. സാരമില്ല, വീര്യം കൂടിയ മദ്യം 2-3 കോപ്പം ഓന്തിക്കഴിഞ്ഞാൽ തീരാവുന്ന കുറ്റബോധത്തിന്റെ അലകൾ മാത്രമേ എന്റെ ഉള്ളിലുള്ളൂ. അത്രയല്ലേ ഉള്ളൂ കൈവല്യരെ. എന്തോ ആ പെൺകുട്ടി ആ വാക്കുകൾ പാഴായി പോവില്ല എന്നൊരു തോന്നൽ. കൈവല്യരെ, നമ്മുടെ മനസ്സിലേക്ക് കൂടി അനർത്ഥവും ആശങ്കകളും ഇതൊക്കെയാണോ അങ്ങ്? ഒരു ഉപയോഗവുമില്ലാത്ത വിഷ്ണുവിനെയും പൂജിച്ചുകൊണ്ടിരുന്ന കാനനവാസിയായ ഒരു കാട്ടുപെണ്ണിന് ആത്മഹത്യ ചെയ്യാൻ നേരം തോന്നിയ ഉന്മാദ വചനങ്ങൾ മാത്രം. അനർത്ഥം, അനർത്ഥം. എന്താണ് ആചാര്യരെ, മുപ്പാരും വാഴുന്ന രാവണന്റെ കോട്ടയ്ക്കകത്ത് അനർത്ഥം എന്ന വാക്ക് ആവർത്തിച്ചുച്ചരിക്കാൻ മാത്രം എന്ത് അസാംഗത്യമാണ് സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ജ്യോതിഷവശാൽ എനിക്കറിയാം. ഞാൻ പഠിച്ചത് രാക്ഷസ ജ്യോതിഷമാണ്. ദേവജ്യോതിഷമാകട്ടെ രാക്ഷസ ജ്യോതിഷമാകട്ടെ കണക്ക് കൂട്ടി കളം വരച്ചാൽ മനസ്സിൽ തെളിയുന്ന ചിത്രങ്ങളിൽ മാറ്റമുണ്ടാകാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ നടന്നിരിക്കുന്ന അനർത്ഥം മറ്റൊന്നുമല്ല. അങ്ങ് പ്രാപിച്ച ശേഷം ആത്മഹത്യ ചെയ്ത വേദവതി ചാമ്പലായിടത്ത് ഒരു ചോര കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടെന്ന് ചാരന്മാർ വന്ന് അറിയിച്ചിരിക്കുന്നു. കാലവും കണക്കുകളും കളങ്ങളും കവടികളും നിരത്തി നാം ഒന്ന് നോക്കുമ്പോ ഒന്നുറപ്പ്, അത് വേദവതി മരണത്തിന് മുൻപ് ഉച്ചൈസ്തരം വിളിച്ചു പറഞ്ഞതുപോലെ അവളുടെ പുനർജന്മമാവാനാണ് സാധ്യത.
ഒരു കൊലയുടെ ബാക്കി പത്രമാണ് ഈ കുഞ്ഞ്. അതിനെ കൂടി കൊന്നുകളഞ്ഞാൽ ഇതിലും വലിയ അനർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുകയില്ലെന്ന് ആര് കണ്ടു? അപ്പോൾ ഇനി എന്താണ് നാം ചെയ്യുക? കടല് കടത്തി ലങ്കയുടെ അതിർത്തി താണ്ടി മറ്റേതെങ്കിലും നീരൊഴുക്കിൽ ഒഴുക്കിക്കളയുന്നതാവും നല്ലത് എന്ന് അടിയന്റെ മനസ്സ് പറയുന്നു. മനസ്സിലായില്ല ആചാര്യ. ലങ്കയുടെ അതിര്